അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റുക, അത് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രൊജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പം ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് മാത്രം 4700 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ എന്റെ പ്രൊജക്ട് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു. ലിറ്റർ 1-ന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ്, കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ, അത് ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ട ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തിയെ അവരേൽപ്പിച്ചു, സോഷ്യൽ. പക്ഷെ ഇവരുടെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രൊജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരിക. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SBIയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ ഈ NHF-ൽ തന്നെ UK-യിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ. ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജുണ്ട്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം. 4 ഞാനാണ് ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്. കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ ഇതൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷനാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്.
ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക. കമ്മീഷണറാണ്, CIT ആണ്, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ മുല്ലക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു. ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975 സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ ഉണ്ടല്ലോ, കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാസ്. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീല അമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് എൻ്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോൾ പുതിയ പ്രൊജക്ട് അതിൻ്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിനും ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ February 3 അവസാനിക്കുന്ന ഒരു ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ തൊഴിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും 2 വർഷത്തേക്ക്. 5 ലക്ഷം വെച്ച്. നേരത്തെ ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രം കൊടുക്കുള്ളൂ. 5 lakhs ആയി. 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറെ വർഷം മുന്നേ നെതർലൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കൽ 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ബെനിഫിറ്റിയില്ല. ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം കേൾക്കേണ്ടിയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികളുടെ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. 2013 മുതൽ ഏതാണ്ട് 9 വർഷക്കാലം രാഷ്ട്രീയ കേരളം മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സോളാർ വിവാദം എന്നത്. ആ സോളാർ വിവാദത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായിട്ടുള്ള ബിജു രാധാകൃഷ്ണനെ ടെലിവിഷൻ ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെയൊക്കെ നിരന്തരമായ ആളുകൾ കണ്ടുകൊണ്ടേ ഇരുന്നതാണ്. ആ ബിജു രാധാകൃഷ്ണനാണ് രൂപം മാറി ഭാവം മാറി ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനോടകം തന്നെ ആ ചതിക്കുഴിയിൽ നിരവധി ആളുകൾ വീണു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. ഇപ്പോൾ ഇതാ ഇനിയും ഇതിന്റെ തുടർച്ചയായി വിവരങ്ങളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.